മേഡം കാലത്ത് തൊട്ട് ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചിട്ടില്ല സാറേ, അതാ ഞാൻ. ശരി, നീ അതും കന്നേക്ക്, എന്നിട്ട് പോയിക്കോ. മേഘനെ, നീ വന്നേ, ഇരിക്കും. അതെ, നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചൊരു ചിന്തയൊക്കെ വേണ്ടേ? ചില സമയത്ത് വയറ്റി കിടക്കുന്ന നമ്മുടെ കുഞ്ഞിന്റെ കാര്യം പോലും നീ മറന്നു പോവുക. പ്രഗ്നന്റ് ആയവരെ നീയും കണ്ടിട്ടുള്ളതല്ലേ? അവരൊക്കെ കുഞ്ഞിന് വേണ്ടി എന്തെല്ലാം വാരി വലിച്ച് കഴിക്കുന്നറിയോ? പക്ഷേ നിനക്കെന്താ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാത്ത? അല്ല, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ആരും പറഞ്ഞില്ലെങ്കിലും നീ തന്നെ സമയാസമയത്ത് ആഹാരം കഴിക്കുകയും വേണ്ട മരുന്നും പഴങ്ങളൊക്കെ കഴിച്ചാനേ. ഇതിപ്പോ നീ പ്രഗ്നന്റ് ആണോന്ന് പോലും ചില സമയത്ത് സംശയം തോന്നും മേഘനെ. അങ്ങനെയൊന്നുമില്ല മിഥുനേട്ടാ, ആവശ്യമുള്ളത് ഞാൻ കഴിക്കുന്നുണ്ട്. എനിക്കറിയില്ല നിന്റെ കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ടാബ്ലറ്റ്സ് എടുത്തു തരാം. മേഘനെ, ഇത് കഴിക്ക. അയ്യോ, സോറിയേ, നിക്കേ, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. മിഥുനേട്ടനോട് ഞാൻ ചെയ്യുന്നത് വളരെ വലിയ തെറ്റ് തന്നെയാ. ഈ കള്ളം പൊളിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? നീ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞോ? വെള്ളമില്ലാതെ നീ എങ്ങനെയാ അത് വിഴുങ്ങിയത് മേഘനെ? എന്തെങ്കിലും ആവട്ടെ, നീ ഇത് കുടിച്ചേ. പിന്നെന്താ കാര്യം? ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്നലെ ഭാരത് ടൗൺഷിപ്പ് പ്രോജക്ടിന്റെ പ്രസന്റേഷന് ഞാനും പോയിട്ടുണ്ടായിരുന്നു. നിന്റെ ഏടത്തിയമ്മയുടെ പ്രസന്റേഷൻ അവിടെ എല്ലാരും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ആണോ ആകാശ്? മേഘന ചേച്ചിയുടെ മട്ടും ഭാവമൊക്കെ കണ്ട ഇൻട്രോവേർട്ട് ആണെന്നേ തോന്നൂ. പക്ഷെ സ്റ്റേജിൽ കയറിയതും ആൾക്കൊരു പ്രത്യേക എനർജി ആയിരുന്നു. ഏട്ടത്തിയെ കാണാൻ ഇന്നസെന്റ് ആയിട്ട് തോന്നുമെങ്കിലും ആളുടെ ബുദ്ധി അപാരമാണ്, അറിയോ? വിവേകും സഞ്ജനയുടെ. വിവേക് എവിടെയോ പുറത്തോട്ട് പോയിരിക്കേച്ചി. സഞ്ജന മുകളിലുണ്ട്. സ്വാതി, ചെന്ന് സഞ്ജനെ വിളിച്ചിട്ട് വാ. ശരി മാഡം. സ്വാതി, ഒരു മിനിറ്റ്, ഞാൻ ചെന്ന് വിളിച്ചോളാം അവളെ. നമ്മുടെ പ്രണയം വിജയിക്കാൻ ഏട്ടത്തിയമ്മ കൂടെ ഉണ്ടാവുന്നുള്ളത് എന്റെ ധൈര്യം. ഇത് നീ നമ്മുടെ ലവ് തുടങ്ങിയപ്പോ തൊട്ടേ പറയുന്ന കാര്യമാ. നീ എപ്പോഴും അങ്ങനെ എടുത്തു ചാടാൻ നിക്കരുതിട്ടോ ആകാശ്. കുറച്ചുകൂടെയൊക്കെ ക്ഷമിക്കാൻ ശ്രമിക്ക്. സമയം വരുമ്പോ ഏട്ടത്തിയമ്മ അത് എല്ലാവരോടും അവതരിപ്പിച്ചോളൂ. എന്ത് ചോദിച്ചാലും ഇതും പറഞ്ഞ് എന്റെ വായടപ്പിച്ചോളൂ. നീ ഒന്ന് പോ സഞ്ജന. സാറിനെന്തെന്ന് ഭയങ്കര ദേഷ്യാണല്ലോ. പിന്നെ ഉണ്ടാവില്ലേ? ശരി, പോട്ടെ, വിട്. ഇനി സാറിന്റെ ദേഷ്യം മാറണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു ഉമ്മ തന്നാ മതി. അയ്യോടാ, അതൊരു കടന്ന കയ്യാ. അതൊന്നും ഇപ്പൊ പറ്റില്ല. ഉമ്മ തന്നില്ലെങ്കിൽ ഇനി 2 ദിവസം മിണ്ടില്ല ഞാൻ നിന്നോട്. നിനക്കൊക്കെ ആണെങ്കിൽ ഓക്കെ. പെണങ്ങല്ലേ മോനെ, നീ പെണങ്ങിയ എനിക്ക് പിന്നെ സമാധാനം ഉണ്ടാവില്ല. ഒരു ഉമ്മയല്ലേ, അതും ഫോണിൽ കൂടെ അല്ലേ? ഓക്കെ, തന്നിരിക്കുന്നു. എവിടെ? ഒന്ന് പെട്ടെന്ന് തരുവോ? ഒന്ന് അടങ്ങട ചെറുക്ക. ഇതൊരെണ്ണം മതിയോ? ഇനി ഒരെണ്ണം കൂടി വേണോ? പ്ലീസ്, ഒരെണ്ണം കൂടി താടി. ആയിക്കോട്ടെ, പിന്നെയും ചോദിക്കല്ലേ. ഇതായിരിക്കണം ലാസ്റ്റ് വൺ. സഞ്ജന, ആർക്കാണ് നീ ഫോണിൽ ഉമ്മ കൊടുത്തേ? അത് മോം, ഞാനത് ഇത്രയും നാളെ ഞങ്ങളെ കണ്ണു വെട്ടിച്ച് നീ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. ഫോൺ ഇങ്ങോട്ട് ഞാൻ കാണിച്ചുതരാം. എന്താ പറ്റി? പ്രിയമത എന്തിനാ ബഹളം വെക്കുന്നേ? പ്രിയമത എന്താ? എന്തിനാ അവളെ വഴക്ക് പറയുന്നേ? മോം, വാടി, ഇറങ്ങി വാ. പ്രിയമതേ, പ്രിയമതേ, എന്താ കാര്യം? അമ്മയുടെ കൊച്ചുമോള് ചെയ്തു കൂട്ടിയ കാര്യം എന്താണെന്നറിയോ? ഏതോ ഒരുത്തരം ഫോണിൽ കൂടെ ഉമ്മ കൊടുക്കുന്നു.
നിക്ക് ചോദിക്കട്ടെ. സഞ്ജനെ, എന്താ മോളെ കാര്യം? ഞാനൊരാളുമായിട്ട് ഇഷ്ടത്തിലാണ് വില്ലച്ച. എന്ത് ധൈര്യം നീ ഇത് പറയുന്നേ? കയ്യിന്ന് വിടുന്നുണ്ടോ മേഘനെ? സഞ്ജനയെ തല്ലില്ലെന്ന് ചെറിയമ്മ വാക്ക് തരണം. അപ്പൊ ഞാൻ വിടാം. അവൾ എന്റെ മോളാ. അവളെ തല്ലോ കൊല്ലോ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. ഇടയ്ക്ക് നീ കേറി വരരുത്. സഞ്ജന ചെറിയമ്മയുടെ മോള് തന്നെയാ. ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്ന് കരുതി നമ്മുടെ തോളോടൊപ്പം വളർന്ന കുട്ടിയെ തല്ലാനും നമുക്ക് അവകാശമില്ല. എന്റെ മോളെ ഞാൻ എന്ത് ചെയ്താ നിനക്ക് എന്ത് കാര്യമടി? നീ ഈ കാര്യത്തിൽ ഇടപെടുന്നത് നല്ലതിനല്ല. സഞ്ജനയുടെ ഭാഗം കേൾക്കാനെങ്കിലും നമുക്കൊന്ന് മനസ്സ് കാണിച്ചൂടെ? അത്ര വലിയ തെറ്റൊന്നുമല്ലല്ലോ ഒരാളെ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ. എന്തിനാ പാവത്തിനൊരു കൊലപാതകയെ പോലെ ട്രീറ്റ് ചെയ്യുന്നേ? നീ ആള് കൊള്ളാലോ. എന്റെ മോക്കൊരു അബദ്ധം പറ്റിയപ്പോ അവളെ അതിനകത്തോട്ട് തള്ളിവിടാൻ പോവാ. എന്താ നിന്റെ ഉദ്ദേശം? സഞ്ജന ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഞാൻ ആ പയ്യനെ 1-2 തവണ കണ്ടിട്ടുമുണ്ട്. ഓഹോ, പ്രേമാന്നും പറഞ്ഞ ഒന്നും അറിയാത്തിന്റെ മോളെ കണ്ടവന്റെ കൈ കൊണ്ടേ കൊടുത്തത് നീയായിരുന്നോ? അങ്ങനെ പറയല്ലേ ചെറുമേ. അവളുടെ ഈ ബന്ധത്തെക്കുറിച്ച് ഈ ഇടയാണ് ഞാനും അറിയാൻ ഇടയായത്. പക്ഷെ അവൻ നല്ലൊരു പയ്യനാ. സഞ്ജനെ അവൻ നല്ല പോലെ നോക്കിക്കോളും എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. നീ സർട്ടിഫിക്കറ്റ് തന്ന അവൻ അത്ര വലിയ മഹാനാവോ? ഇനി അവൻ ഏത് കൊലക്കൊമ്പനായാലും അവനെ കൊണ്ട് എന്റെ സഞ്ജനെ ഞാൻ കല്യാണം കഴിപ്പിക്കില്ല. സഞ്ജന ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയാ. ഒരുത്തനെ കണ്ട് മോഹിച്ചൊന്നു കരുതി അവന്റെ കയ്യിലങ്ങ് പിടിച്ചു കൊടുക്കുക. അതല്ല ചെറുമേ. ഒരാളെ ഇഷ്ടപ്പെടുന്നതിന് മുന്നേ അവൻ നല്ലവനാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാൻ മാത്രം പക്വതയില്ലാത്തവളല്ലോ സഞ്ജന. നമുക്കത് ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ചിട്ട് ഉറപ്പുവരുത്താം. മേഘനെ, അവസാനമായിട്ട് ഞാൻ താക്കീത് ചെയ്യാം. ഈ കാര്യത്തിൽ നീ ഇടപെടാൻ വരണ്ട. ഇവളെ ഞാൻ തിരഞ്ഞെടുക്കുന്നവനെ കൊണ്ട് മാത്രമേ കെട്ടിക്കൂ. സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ അവളെ ആരുടെ കൂടിയും പറഞ്ഞയക്കില്ല. ഈ കാര്യത്തിൽ മറ്റാരും ഇടപെടാതിരിക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. പ്രിയമതേ, കാര്യം എന്തായാലും സഞ്ജന നിന്റെ മോളാന്ന് ഓർക്കണം. അവളുടെ സന്തോഷം ഉറപ്പുവരുത്തേണ്ടത് നന്ദൻ കുടുംബത്തിന്റെ കടമ. ഒരിക്കൽ നീ കണ്ടെത്തിയ ബന്ധത്തിന് സമ്മതം മൂളിക്കൊണ്ട് അവൾ അവളുടെ ഇഷ്ടം പോലും വേണ്ടെന്ന് വെച്ചതാ. ഇപ്പൊ അവളുടെ മനസ്സിൽ എന്താന്ന് അറിഞ്ഞതിന് ശേഷവും നമ്മൾ ഇങ്ങനെ വാശി പിടിക്കേണ്ട ആവശ്യമുണ്ടോ പ്രിയമതേ? അതുകൊണ്ടല്ല ചേച്ചി, ഇവൾ ഏത് താന്തോന്നിയാ പോയി സ്നേഹിച്ചിരിക്കുന്നതെന്ന് അറിയാണ്ട് നമ്മൾ എങ്ങനെ ഇവളെ അവന്റെ കൈ പിടിച്ചു കൊടുക്കും? എന്ന് അവൻ ആരാണെന്ന് അന്വേഷിച്ചറിയാം. എന്നിട്ട് ആ പയ്യൻ സഞ്ജനയ്ക്ക് ചേരുന്നവനാണോ എന്ന് പിന്നീട് തീരുമാനിക്കും. അല്ലാതെ ഇപ്പൊ തന്നെ പിടിച്ചു കൊടുക്കുമല്ലോ. നീ ഒന്ന് അടങ്ങ് പ്രിയമതേ. അമ്മ ഇപ്പൊ പറഞ്ഞതുപോലെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ ചെറുമേ. നമുക്കവളെ സന്തോഷമായിട്ട് ജീവിച്ച പോരെ. അതോ ഇനി ചെറിയമ്മ ഒരാളുടെ വാശിയുടെ പേരില് അവളുടെ ജീവിതം എവിടെയെങ്കിലും കൊണ്ടുപോയി ഹോമിക്കണം എന്നാണോ?
ചെറിയമ്മ മേഘന പറഞ്ഞത് ശരിയല്ലേ? ചെറിയമ്മ ഇത്രയും കാലം ഈ പെടാപ്പാട് പെട്ടതൊക്കെ സഞ്ജനയ്ക്കും വിവേകനും നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടിയല്ലേ? എന്നിട്ട് അവർക്ക് സന്തോഷം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഈ കഷ്ടപ്പാടിലൊക്കെ എന്താ പ്രയോജനം? എന്നാലും മിഥുനെ നോക്കൂ പ്രിയമതെ, നീ ഇനി ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. നമുക്ക് ആ പയ്യനോട് ഇങ്ങോട്ട് വരാൻ പറയാം, എന്നിട്ടൊന്ന് സംസാരിച്ചു നോക്കാം. സഞ്ജനെ, അവനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ പറയാൻ വല്ലമ്മേ. ഉം. സഞ്ജന ഇങ്ങനെ ഒരു കാര്യം ഒപ്പിക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വരച്ച വര കടക്കാത്ത പെണ്ണായിരുന്നു. എന്നിട്ടിപ്പോ ആ മേഖലയിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നേ. എനിക്കും ഇപ്പൊ അതാ മനസ്സിലാവാത്ത ചെറിയമ്മേ. ഉച്ചത്തിലൊരു വാക്ക് പോലും പറയാത്ത സഞ്ജന ഇങ്ങനെ ഒരു ഭൂകമ്പം സൃഷ്ടിക്കുമെന്ന് ഞാനും കരുതിയില്ല. ഇപ്പൊ വഴിയെ പോകുന്ന ഏതോരുത്തരെ പിടിച്ചോണ്ട് വന്ന് കെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞ അവൻ ഇവിടുത്തെ കാരണം ഏത് ജാതിയ കുടുംബ മഹിമയുണ്ടോ എന്നൊന്നും ഒരു കുന്നും അറിയാതെ. അവന് നമ്മള് വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയല്ലേ വിളിപ്പിക്കുന്നേ. ഇപ്പൊ തന്നെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കാനൊന്നും അല്ലല്ലോ. അതിന്റെ തൽക്കാലം ഒന്ന് സമാധാനായിട്ടിരിക്കെ. ഇനി എനിക്ക് എവിടുന്ന് സമാധാനം കിട്ടാനാ മഞ്ജരി? എന്റെ മോൾ ആരെ കെട്ടണമെന്ന് ഞാൻ മാത്രം തീരുമാനിക്കേണ്ടത്. നല്ലൊരു കുടുംബത്തിലെ പയ്യനെ കണ്ടെത്തി അവളെ പിടിച്ചു കൊടുക്കണമെന്നാ ഞാൻ സ്വപ്നം കണ്ടിരുന്നത്. ഇപ്പൊ അതിനിടയ്ക്ക് മേഘന കയറിയിരിക്കുന്നു. എന്റെ മോളുടെ കാര്യത്തിൽ ആ മേഘന ഭരിക്കാൻ വരുന്നത് ഏത് വകുപ്പിലാ? എന്റെ കുടുംബത്തെ പോലും വിട്ടുവെക്കാൻ അവള് തയ്യാറല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ശരിയാണ് ആന്റി, ഇക്കാര്യത്തിൽ അവൾ ഇടപെടുന്നത് എനിക്കും അത്ര പിടിക്കുന്നില്ല. മേഘന ഇവിടുന്ന് അങ്ങ് പൊക്കിയാലോ ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാം. പിന്നെ ഈ പ്രേമവും കല്യാണം ഒന്നും നടക്കില്ല. അവളുടെ പ്രസംഗം കേട്ടായിരുന്നോ? പയ്യൻ നല്ലവനാ, സഞ്ജനയെ ഒത്തിരി ഇഷ്ടമാ, അവൻ നോക്കിക്കോളും അവളെയൊന്നും. എന്തൊക്കെ വേണ്ടാധീനങ്ങൾ അവള് പറയുന്നേ. അരുണിമേച്ചി ഇപ്പൊ അവളുടെ ഭാഗം പിടിച്ച് നടക്കുക. എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു അക്ഷരം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയല്ലേ മഞ്ജരി? ഏത് വകുപ്പിലാ മേഘന എന്റെ മക്കളുടെ ഭാവി തീരുമാനിക്കാൻ ഇറങ്ങിയിരിക്കുന്നേ? എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ അതാ. ആന്റി, നല്ലൊരു ബുദ്ധി പ്രയോഗിച്ച ഈ സിറ്റുവേഷനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് തോന്നുന്നേ. എങ്ങനെ? നീ പറ. സഞ്ജന സ്നേഹിക്കുന്ന വ്യക്തി നല്ലവനാ, നന്മ നിറഞ്ഞവനാന്ന് അവളെ എന്തൊക്കെയോ വിളമ്പിയില്ലേ? അതിലൊരു ചെറിയ പെശകുണ്ടായ അടപടലം നമുക്ക് മേഘനയെ മറ്റുള്ളവരെ മുമ്പിൽ പൂട്ടാൻ പറ്റൂ. അവൻ നല്ലവനല്ലെന്ന് തെളിഞ്ഞ മനഃപൂർവ്വം സഞ്ജനയുടെ ജീവിതം നശിപ്പിക്കാൻ മേഘന ശ്രമിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് അവളെ കോർണർ ചെയ്യണം. അങ്ങനെ ഈ കുടുംബത്തിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം മേഘനയാണെന്ന് വരുത്തി തീർക്കണം. പിന്നെ അവക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതോടുകൂടി അരുണിമാന്റെ ഗുഡ് ബുക്കിൽ മേഘനയെ പറ്റി ഒരു കറുത്ത അധ്യായം എഴുതപ്പെടും. അതോടുകൂടി നമ്മുടെ അരുണിമാന്റിക്കും മേഘനയോട് വെറുപ്പും വിദ്വേഷവും തോന്നി തുടങ്ങും. പിന്നെ കഴിവതും പെട്ടെന്ന് ആ അഴുക്ക് വീട്ടിൽ നിന്ന് കഴുകിക്കളയാൻ ആന്റി ശ്രമിക്കും. എന്ത് തോന്നുന്നു? ഇതൊരു നല്ല ഐഡിയ തന്നെയാ മഞ്ജരി. നമുക്കൊന്ന് നോക്കിക്കളയാം. മേഘന സ്വന്തം കൈകൊണ്ട് സ്വന്തം കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചതുപോലെ ആക്കണം. എല്ലാവരെയും ഭരിക്കാനുള്ള അവളുടെ ആവേശം തന്നെ അവക്ക് വിനയാവണം. ഏട്ടത്തിയമ്മേ, ആകാശിനോട് ഞാൻ വൈകുന്നേരം വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം അറിഞ്ഞത് ആകാശിന് എന്തൊരു സന്തോഷമായിരുന്നു എന്ന് അറിയാം മേഘനേട്ടത്തി. ഏട്ടത്തിയോട് ഒത്തിരി താങ്ക്സ് പറയാൻ പറഞ്ഞു. താങ്ക് യു ഏട്ടത്തിയമ്മേ. ഇതിന് ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ പറയരുത് മേഘനേട്ടത്തി. മേഘനേട്ടത്തി മാത്രം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ കാര്യം അറിഞ്ഞത് ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവേണ്ടതായിരുന്നു. എന്റെ വാക്കിനെ ആരെങ്കിലും ഇവിടെ വില വെക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഏട്ടത്തി പറഞ്ഞതുകൊണ്ട് മാത്രം എല്ലാരും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ ശ്രമിച്ചത്. ആകാശിനെ കുറിച്ച് ഏട്ടത്തി നല്ല ഒപ്പീനിയൻ പറഞ്ഞോണ്ടാ ഒന്നില്ലെങ്കിലും വീട്ടിലേക്ക് വിളിക്കാനെങ്കിലും തയ്യാറായത്. ഏട്ടത്തി എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ സംഭവിക്കില്ലായിരുന്നു. സഞ്ജന പറഞ്ഞത് 100% ശരിയല്ലേ മേഘനേട്ടത്തി? സഞ്ജനയുടെ പ്രണയത്തിന്റെ കാര്യത്തിൽ ഒരു ദേവതയെ പോലെ ഏട്ടത്തി സഹായിച്ചേ. ഇവളെ ഏറ്റവും അധികം കൊതിക്കുന്ന ഒരു ജീവിതമല്ലേ ഇത്? വിവേക്, നീ വെറുതെ ഓരോന്ന് പറഞ്ഞെന്നെ സുഖിപ്പിക്കണ്ട കേട്ടോ. സഞ്ജനയുടെ സന്തോഷത്തെ ഓർത്ത് മാത്രമാണ് ഞാൻ അവളെ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. മേഘനേട്ടത്തി, സഞ്ജനയുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യോ? അവരുടെ സ്നേഹബന്ധത്തെ രക്ഷിക്കുന്നതിന് ഏട്ടത്തി ഇതുപോലെ തന്നെ സപ്പോർട്ട് നിൽക്കൂ.
ഞാൻ മാത്രമല്ല വിവേക്, ആരായാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യൂ. സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകളെ തമ്മിൽ ഒന്നിപ്പിച്ച നമ്മുടെ മനസ്സിനൊരു പ്രത്യേക സന്തോഷം കിട്ടും. അവരുടെ ജീവിതത്തിനൊരു പ്രത്യേക അർത്ഥം ഉണ്ടാവും. മറ്റുള്ളവരുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഏട്ടത്തി. ഏട്ടത്തിയാണെങ്കിൽ എന്ത് ചെയ്യും? സ്നേഹിക്കുന്നവര് ആരായിരുന്നാലും സപ്പോർട്ട് ചെയ്യോ? ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനും അതിനെ ബഹുമാനിക്കും. ആ പ്രണയിതാക്കളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യും. മതിയോ? അത് ഇനിയുണ്ടോ സംശയം? എന്താടാ വിവേകെ, ഏട്ടത്തിയായിട്ട് പ്രണയത്തെക്കുറിച്ചും പ്രണയിതാക്കളെക്കുറിച്ചും വലിയ ഡിബേറ്റ് ആണല്ലോ നടത്തുന്നേ. എന്താണ് സംഗതി? വല്ല പ്രേമമുണ്ടോ? ഉണ്ടെങ്കിൽ അത് വേഗം തന്നെ തുറന്നു പറഞ്ഞു. ഉണ്ടൂലേട്ടാ, എനിക്കുണ്ടൊരു പ്രണയം. പക്ഷെ അത് തുറന്നു പറയാനുള്ള സമയമായിട്ടില്ല. ഏട്ടനും ഏട്ടത്തമ്മയും ഹെൽപ്പ് ചെയ്ത എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന ചാരുവിനെ കല്യാണം കഴിക്കാനാവും. വിവേകെ, നിന്നോട് തന്നെ ചോദിച്ചേ. നിന്റെ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട്. അയ്യോ, അങ്ങനെയൊന്നുമില്ല വലിയേട്ടാ. ഞാൻ ചുമ്മാ ഏട്ടത്തിയോട് കാഷ്വലായിട്ട് ഓരോന്ന് ചോദിക്കായിരുന്നു. നീ ക്യാഷിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും നിന്റെ മുഖത്തെന്തോ ഒരു കള്ളത്തരം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഞാൻ വലിയേട്ടനോട് പറയാതിരിക്കുവോ? മേഘനെ, സഞ്ജനയുടെ കാര്യത്തിൽ നീ ഇപ്പൊ 2 തവണ ഞങ്ങളെ സഹായിച്ചത്. കഴിഞ്ഞ തവണ ആ സന്തോഷിന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷിച്ചു നീ. ഇപ്പോ ആകാശിന്റെയും സഞ്ജനയുടെയും കല്യാണം നടന്ന ആ സന്തോഷത്തിന്റെ കാരണക്കാരി നീ തന്നെയായിരിക്കും. അന്ന് ആ കല്യാണം മുടങ്ങാതിരുന്നെങ്കിലും ഇന്ന് ഈ കല്യാണം മുടങ്ങിപ്പോയാലും സഞ്ജന തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ വേദനിക്കുക. ഈ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി നീ ചെയ്യുന്ന സഹായങ്ങൾ ഒരുപാട് വലുതാണ്. ഹലോ, ഞാനിപ്പോ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുക. എനിക്ക് പുറത്തു പോയൊരു അത്യാവശ്യ കാര്യമുണ്ട്. വൈകുന്നേരം ആകാശിന്റെ വീട്ടുകാർ വരും. അതിനു മുന്നേ ഞാനിങ്ങ് എത്തിക്കോളാം. ബൈ. മിഥുൻ സാർ, മിഥുൻ സാർ. ആരെ കണ്ടത്? മിഥുൻ സാർ ഉണ്ടോ ഇവിടെ? അയ്യോ ഇല്ലല്ലോ, പുറത്തു പോയിരിക്കുക. എന്നാ പിന്നെ മേഘ്ന മാഡം ഉണ്ടല്ലോ, നിങ്ങൾ ഇരിക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ. ഹലോ, ആരാണ് നിങ്ങള്? എന്റെ പേര് ചന്തുന്ന്. എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. മിഥുൻ സാറിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ക്വാറിയിലെ സൂപ്പർവൈസറായിട്ടാ ജോലി നോക്കുന്നത്. എന്ത്? മിഥുന്റെ കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യാണെന്നോ? അതെ മേഡം. ഞങ്ങളുടെ കമ്പനിയിൽ ആഫ്റ്റോണിൽ ഒരു സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നവൻ ഏത് വകുപ്പിലാണ് ഞങ്ങളുടെ സോഫ കയറി ഇരുന്നത്? ഇവിടെ കയറി ഞെളിഞ്ഞിരിക്കുന്നതിന് മുൻപ് അതിന് അർഹതപ്പെട്ട സ്ഥാനത്താണോ നീയെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചില്ല? മേഘ്ന മാഡം വരുന്നത് വരെ ഇവിടെ തന്നെ